ഏറ്റവും മികച്ച പാവപ്പെട്ട സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര. ഇതല്ലാതും മികച്ചത് തന്നെയാണ്. ഇപ്പോൾ ഇതിന് ഏതൊരു മികച്ചതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ആൾക്കാർ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ആരും ഉണ്ടാവില്ല. അത് കറക്റ്റ്, സ്ത്രീകൾക്ക് വേണ്ടാണ്, അത്യാവശ്യമാണ്. ഇതിൽ എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ്. അത് അവർക്കിടെ നല്ലതായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പാവപ്പെട്ടവനിക്ക് യാത്ര ചെയ്യണമെങ്കിൽ അതേമാതിരി ആയിരിക്കണം. പിന്നെ യുവജനങ്ങൾ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ബിസിനസ്സും മറ്റ് യുവജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അവർക്കൊരു പ്രചോദനമാവുമല്ലോ. പിന്നെ അത് വേണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം കൊണ്ടൊന്നും മതിയാവില്ല. 10 രൂപ 12 രൂപക്കൊക്കെ നമ്മൾ പിന്നെ ഈ വാടകയ്ക്കൊക്കെ താമസിക്കണം. 12 രൂപ 14 രൂപ പണിക്ക് പോയാൽ കിട്ടുന്നതിന് 3000 രൂപ മാസം കൊടുത്ത് എങ്ങനെ മുതലാവില്ല. അതിനോടൊപ്പം തന്നെയാണ് LDF സർക്കാർ കൊടുത്ത ഒരു നയമുണ്ട്, അവർ നടപ്പിലാക്കില്ല, മദ്യവർജനം. അത് UDF നടപ്പിലാക്കിയ അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും. നമസ്കാരം, പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ സൗജന്യ യാത്ര മുതൽ ആരോഗ്യ ഇൻഷുറൻസ് വരെ UDFിൻ്റെ വാഗ്ദാനങ്ങളിൽ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഏതാണെന്ന് പൊതുജനത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. എനിക്ക് തോന്നുന്നു മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്, പിന്നെ ക്ഷേമ പെൻഷൻ 3000 ആക്കിയാലും അത് നന്നായിരിക്കും. ഇതല്ലാതും മികച്ചത് തന്നെയാണ്. ഇപ്പോൾ ഇതിന് ഏതൊരു മികച്ചതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ സ്വാധീനിച്ചത് ഇപ്പോൾ ഈ മുതിർന്ന പൗരന്മാരെയും പിന്നെ 3000 രൂപ ക്ഷേമ പെൻഷൻ വയസ്സായവർക്കാണ് കൂടുതൽ ലഭിച്ചത്. ചെറുപ്പക്കാരൊക്കെ അധ്വാനിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഏതാ ഏറ്റവും മികച്ചതായി ചേച്ചിക്ക് തോന്നിയത്? ഒന്നും വായിച്ചു തീർന്നില്ല. കോളേജിൽ സ്ത്രീകൾക്ക് KSRTC ബസ് സൗജന്യ യാത്ര, ഒരു 1000 രൂപ പ്രതിമാസ ധനസഹായം, 3000 ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും, പിന്നെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടാവുമോ? പിന്നെ ഉണ്ടാവാതെ ഉറപ്പല്ലേ? അതല്ലേ ഏറ്റവും നല്ലത്, ആരോഗ്യ ഇൻഷുറൻസ്. പിന്നെ അത് വേണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം കൊണ്ടൊന്നും മതിയാവില്ല. കാരണം 5 ലക്ഷം എന്ന് പറയുന്നത് നമുക്ക് ബിസിനസ് ആരംഭിക്കാനാണ്. യുവാക്കളൊക്കെ പുറത്തേക്ക് പോവല്ലേ, അപ്പൊ യുവാക്കളെ ഇവിടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ബിസിനസ് ആരംഭിക്കാനാണ് 5 ലക്ഷം. അതല്ല, 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ്, സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, അത് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് കാര്യമായിട്ട് എനിക്ക് തോന്നണം. നല്ലതാണ്. ഇതിന്നൊക്കെ എങ്ങനെയാണ് പിടിക്കാൻ പോണെന്ന് അറിയില്ല. കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള 1000 പ്രതിമാസം ധനസഹായം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും നല്ല ഒരു ഉപകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വിദ്യാർത്ഥികളായ എന്തിനൊക്കെ അത് ഉപയോഗിക്കുന്നു നമുക്ക് അറിഞ്ഞൂടെ പറയാനായിട്ട്. പക്ഷെ എന്നാലും മികച്ച തീരുമാനമാണ്. മികച്ച തീരുമാനം. ഒരു വരുമാനം ഇല്ലാത്തതാണ്. പിന്നെ കോളേജ് വിദ്യാർത്ഥികൾ അത് അവർക്കിടെ നല്ലതായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് തോന്നിയ കേൾക്കണ ഇതാണ്. എന്താണെന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളൊക്കെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ എൻ്റെ മോളെ പഠിപ്പിക്കണേനും ബസ് യാത്രയെങ്കിൽ നമ്മൾ ബസ്സിൽ നിന്ന് അവൾക്ക് കൊടുക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട്. അവൾ ലോങ്ങിൽ നിന്ന് പഠിക്കുമ്പോൾ എപ്പോഴും നമുക്ക് കൊടുത്തൊന്ന് വരിയില്ലായിരിക്കും, കയ്യിലില്ലാതെ ഇരിക്കാം. അപ്പം അതുകൊണ്ടുള്ള മികച്ച തീരുമാനമായിരിക്കും. പഠിച്ച് മുന്നോട്ട് വരേണ്ട. അപ്പോൾ അവർക്കൊരു പ്രചോദനമാവുമല്ലോ. അതുകൊണ്ടാണ് അതാണ് മികച്ച തീരുമാനം. ചേച്ചിയുടെ തീരുമാനം അതാണ്. ലാസ്റ്റത്തെ ഇതായിരിക്കും നല്ലത്. അതെ, ആൾക്കാർ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ആരും ഉണ്ടാവില്ല. 5 ലക്ഷം രൂപ ധനസഹായം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അല്ലല്ല, അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പറ്റുമല്ലോ. എനിക്ക് ഏതാ 3000 രൂപ ക്ഷേമ പെൻഷനായി വർദ്ധിപ്പിക്കുന്നു. ഇതിൽ എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ്. ഏറ്റവും മികച്ച പാവപ്പെട്ട സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, പിന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ. എന്നുവെച്ചാൽ എൻ്റെ മോനും പഠിക്കണതാണ്. എല്ലാ സമയത്തും ചിലപ്പോൾ അവർക്ക് ബസ്സിന് കാശ് കൊടുക്കാൻ ഉണ്ടായിന്ന് വരും. അപ്പോൾ അവരുടേതായ ബസ്സിനെങ്കിലും പോകാനായിട്ട് അവർക്കാവുമല്ലോ. എല്ലാ കുടുംബം 25,000 രൂപ വരെയുള്ള സൗജന്യം ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് കൊടുത്താൽ നല്ലതാണ്. 25 ലക്ഷം കൊടുത്താൽ നല്ലതാണ്. ആര് വന്നാലും ഇതൊക്കെ ചെയ്താൽ നല്ലതാണ്, നന്മയാണ്. യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാൻ അത് 5 ലക്ഷമല്ലേ, അത് എന്നെപ്പോലത്തെ ആൾക്കാർ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഉപകാരം. പിന്നെ മുതിർന്ന പൗരക്ഷേമത്തിന് പ്രത്യേക വകുപ്പ് വരട്ടെ, എല്ലാം നല്ലതിനാണ്. അതിനോടൊപ്പം തന്നെയാണ് LDF സർക്കാർ കൊടുത്ത ഒരു നയമുണ്ട്, അവർ നടപ്പിലാക്കില്ല, മദ്യവർജനം. അത് UDF നടപ്പിലാക്കിയ അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും. എനിക്ക് ഞാനൊരു മുതിർന്ന പൗരനായതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രത്യേക വകുപ്പാണ്. മുതിർന്ന പൗരന്മാർക്കുള്ള ക്ഷേമത്തിനായുള്ള പ്രത്യേക വകുപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലതായിട്ട് തോന്നുന്നു. നമ്മുടെ കാര്യം പറഞ്ഞാൽ മതി, സ്ത്രീകളുടെ സൗജന്യ യാത്ര ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ അതെ, മികച്ച കാര്യം തന്നെയാണ്. പക്ഷേ
ഞാൻ അതിനകത്ത് ഏറ്റവും മികച്ച് പറയാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞതാണ് എന്നെ പിന്നെ യുവജനങ്ങൾ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ബിസിനസ്സും മറ്റ് യുവജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് നല്ലതാണ്. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് അതാണ് മികച്ചതായി തോന്നുന്നത്. ഞാൻ KSRTC-യിലാണ് എൻ്റെ പെരുമാറി പോകുന്നത്. അപ്പോൾ അത് സൗജന്യ യാത്രയാവും UDF അധികാരത്തിൽ വന്നത്. അതിനെങ്ങനെ നോക്കി കാണുന്നത്? UDF അധികാരത്തിൽ വരില്ലേ? ഞാൻ UDF സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, അതുപോലെ കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം, ക്ഷേമ പെൻഷൻ 3000 വർദ്ധിപ്പിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ്, യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പ 5 ലക്ഷം, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക മികച്ചത്. ഞാൻ 76 പിന്നെ ഞാൻ സർവീസ് പെൻഷനറാണ് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ പിന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഒന്നും എനിക്ക് ബാധകമല്ല. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് നിർബന്ധമായിട്ടും വേണം. പലതരം ഉണ്ടല്ലോ പ്രോബ്ലംസ് ഞങ്ങൾക്ക്, അത് പരിഹരിക്കണം. ഇതിൽ ഏതാണ് ഏറ്റവും മികച്ചത്? മികച്ചത് മറ്റേ പെൻഷനാണ്. അത് കറക്റ്റ് സ്ത്രീകൾക്ക് വേണ്ടാണ്, അത്യാവശ്യമാണത്. നമ്മൾ തമിഴ്നാടൊക്കെ ഉണ്ട്, അപ്പോൾ അത് നമുക്ക് അത്യാവശ്യമാണത്. കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പ്രതിമാസ അതും വേണ്ടാണ്, അതും വേണം. അവർക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ. ഏറ്റവും മികച്ചതായി തോന്നുന്നത് ഇപ്പൊ ഇത് 2-3 ഐറ്റം എഴുതിയിട്ടുണ്ട്, അതാണ് ഇപ്പം മികച്ചതായിട്ടുള്ളത്. അത് കറക്റ്റ്, അത് വേണ്ടതാണ്, അത്യാവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ പിന്നെ പൈസ കൊടുത്ത് പോകുന്നേരം കൊണ്ട് പൈസ ഇല്ലാതെ യാത്ര ചെയ്യുന്നതാണ്. ഈ 10 രൂപ 12 രൂപക്കൊക്കെ പണിക്ക് പോകണം. ഇപ്പോൾ ഇവിടെ തന്നെ ഞങ്ങളുടെ ഈ ബോട്ട് ജെട്ടിയിൽ 2 ജെട്ടിയുണ്ട്. ഒന്ന് മെട്രോയുടെ 100 രൂപ ഡെയിലി കൊടുക്കണം, ഒന്ന് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ അത് 6 രൂപ കൊടുത്താൽ മതി. മെച്ചം ഏതാണ്? 6 രൂപയുടെ മെച്ചം. അതിപ്പോൾ അവിടുന്ന് ഈ മറ്റേ മെട്രോ അപ്പുറത്ത് വന്നിട്ട് മാറ്റാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നടക്കൂല. എന്താ പാവപ്പെട്ടവനിക്ക് യാത്ര ചെയ്യണമെങ്കിൽ അതേമാതിരി ആയിരിക്കണം. 10 രൂപ 12 രൂപക്കൊക്കെ നമ്മൾ പിന്നെ ഈ വാടകയ്ക്കൊക്കെ താമസിക്കണമെങ്കിൽ 12 രൂപ 14 രൂപ പണിക്ക് പോയാൽ കിട്ടുന്നതിന് 3000 രൂപ മാസം കൊടുത്ത് എങ്ങനെ മുതലാവില്ല. സൗജന്യമായിട്ട് യാത്ര ചെയ്യണമെങ്കിൽ ഏറ്റവും വലിയ ഇതാണ് സൗജന്യ യാത്ര. എന്നെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ രോഗിയാണ്. UDF അധികാരത്തിൽ വരുന്നതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും അവരെപ്പോലെ അനുയോജ്യമായത് വരാൻ പ്രാർത്ഥിക്കണം.